അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഹു ഖുൽ ഫലിമ യുഅസ്സിബുകും ബിദുനൂബികും ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والأرض وما بينهما وإليه المصير. പ്രിയമുള്ള സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാഇദയിലെ 18ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ ജൂത ക്രൈസ്തവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചത്, ആ പ്രവാചകൻ മുൻകഴിഞ്ഞു പോയ വേദങ്ങളുടെ തുടർച്ചയാണ് എന്നുള്ള അർത്ഥത്തിൽ അവർ സ്വീകരിക്കേണ്ടുന്ന അതിൻ്റെ ആവശ്യകത തുടങ്ങിയിട്ടുള്ള സംഗതികൾ പറഞ്ഞതിന് ശേഷം ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ കുഫ്റിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ലഖദ് ഗഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം എന്നുള്ളതാണ് കഴിഞ്ഞ ആയത്ത്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഇന്ന് പറയുന്ന ജൂത ക്രൈസ്തവരുടെ അവകാശവാദങ്ങൾ. അപ്പോൾ പുതിയ ഒരു അവകാശവാദത്തെ പരിചയപ്പെടുത്തുകയാണ്. ഈ അവകാശവാദത്തിന് നിലനിൽക്കുന്ന സാഹചര്യവുമായി വലിയ ബന്ധമാണുള്ളത്. വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹ്. വഖാലത്തിൽ യഹൂദു, ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദര് പറഞ്ഞു. ഖാല എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. വ എന്നുള്ളത് നേരത്തെ പറഞ്ഞതിന് ചെയ്തതിന്റെ കൂടെ അവർ ചെയ്തതിനെ കുറിച്ച് ഇതും ചെയ്തു എന്ന് പറയാനാണ് അവിടെ വാവ്, ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ വഖാലത്തിൽ യഹൂദു, ജൂതന്മാർ പറഞ്ഞു. വൻ നസാറ, നസാറാക്കളും പറഞ്ഞു. യഹൂദ് എന്നുള്ളതും നസാറ എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ച പദമാണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് വിശദീകരിക്കാത്തത്. അപ്പോൾ ജൂതന്മാർ അതുപോലെ ക്രൈസ്തവർ എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. അപ്പൊ അവര് പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങള് അള്ളാഹുവിന്റെ മക്കളാണ്. ഇബ്ന് എന്നുള്ളതിന്റെ ബഹുവചനമാണ് എന്ത്? അബ്നാ എന്ന് പറയുന്നത്. ഇബ്ന്, അബ്നാ, അബ്, ആബാ. നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങള് അള്ളാഹുവിന്റെ മക്കളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുത്രന്മാരാണ്. വ അഹിബ്ബാഉ, ഹബീബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് എന്ത്? അഹിബ്ബാ എന്ന് പറയുന്നത്. അത് വേറെ വിശദീകരിക്കാം. ഇപ്പൊ ലോകത്ത് ജൂത ക്രൈസ്തവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു പോയിന്റ്, അവർക്ക് പടച്ചവന്റെ അടുത്ത് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. ലോകത്തെ മറ്റ് ജനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്, സവർണരാണ്. മറ്റുള്ള ജനങ്ങളൊക്കെയും ഞങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളുടെ, മൃഗങ്ങൾക്ക് തുല്യമായ സ്ഥാനമാണുള്ളത് എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ സന്ദേശവുമായി കടന്നു വന്ന സന്ദർഭത്തിൽ അവർ സ്വീകരിക്കാത്തതിന്റെ മുഖ്യമായ കാരണം എന്തായിരുന്നു? പ്രവാചകൻ എന്നുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല വന്നത്, ഞങ്ങളെക്കാൾ താഴ്ന്ന ഒരു വിഭാഗം ഉമ്മീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലയിൻ അത്തൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക, എല്ലാ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും അവര് താങ്കളുടെ ഖിബ്ലയെ ഫോളോ ചെയ്യുകയില്ല. കാരണം എന്താണ്? താങ്കള് അവരുടെ കണ്ണില് നിലവാരം കുറഞ്ഞയാളാണ്. അപ്പോൾ ഇന്ന് ഇപ്പോ ഈ ഫലസ്തീനിലൊക്കെ അതല്ലെങ്കിൽ ലബനാനിലൊക്കെ നമ്മളിങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളെ കൊല്ലുന്നത് കാണുമ്പോൾ, ഈ ഹോസ്പിറ്റലുകളൊക്കെ ബോംബിടുന്നത് കാണുമ്പോൾ, അതല്ലെങ്കിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നും. എങ്ങനെയാണ് ഈ മനുഷ്യന്മാരിത് ചെയ്യുന്നത്? പക്ഷെ തെൽമൂദ് വായിച്ചു പഠിച്ച, ജൂതന്മാരുടെ തെൽമൂദ് വായിച്ചു പഠിച്ച ഒരാൾക്ക് ഒരു അത്ഭുതവും തോന്നില്ല. കാരണം അതിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്
ലോകത്ത് ഇസ്രയേലിയർ എന്ന് പറയുന്നത് സവർണരാണ്, ദൈവത്തിന്റെ മക്കളാണ്. ബാക്കിയുള്ള ജനങ്ങളെയെല്ലാം പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇസ്രയേലിയരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രയേലിയരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എന്താക്കാം, കൊന്നുകളയാം എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. അവരുടെ ഒരു പലിശയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രയേലി, ഒരു ജൂതൻ മറ്റൊരു ജൂതനിൽ നിന്ന് പലിശക്ക് പണം കടം വാങ്ങാൻ പാടില്ല. പക്ഷെ മറ്റ് ജൂതരല്ലാത്ത ആളുകളിൽ നിന്ന് എന്താക്കണം, പലിശ നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. ഇതാണ് അവരുടെ കൺസെപ്റ്റ് എന്നുള്ളത്. യുദ്ധവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ അങ്ങനെയാണ്. തൽമൂദ് കൃത്യമായിട്ട് അവരുടെ വേദഗ്രന്ഥം, നിലവില് വേദഗ്രന്ഥത്തിന് തുല്യമായി, തൽമൂദ് അല്ല വേദഗ്രന്ഥം, തുല്യമായി അവർ കണക്കാക്കുന്ന തൽമൂദിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് തൽമൂദ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കൊല്ലുക എന്നുള്ളത് ഒരു വിഷയമല്ല, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ ബോംബിടുക എന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം അവർക്ക് എന്താണ്, അവര് പടച്ചവന്റെ ആളുകളാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വഖാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങള് പടച്ചവന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവം അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഞങ്ങൾ എന്ത് ചെയ്താലും ദൈവം ഞങ്ങളെ ഒന്നും ചെയ്യുകയില്ല, ഞങ്ങളെ സഹായിക്കുകയേ ഉള്ളൂ എന്ന് പറയുന്നതാണ്. അതാണ് നഹ്നു അബ്നാഉല്ലാഹ്. പിന്നെ രണ്ടാമത്തേത് വഅഹിബ്ബാഉ, ഹബീബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് എന്ത്, അഹിബ്ബാ എന്ന് പറയുന്ന പദം. ശരിക്ക് അറബി ഭാഷയില് അഹബ്ബ അൽ ബഈറു, അഹബ്ബ അൽ ബഈറു ഇദാ അസ്വാബഹു മറദുൻ ഫലം യസൽ മക്കാനഹു ഔ യബ്രഹ് മക്കാനഹു ഹത്താ യബ്രഹ ഔ യമൂത്ത. ഒട്ടകത്തിന് രോഗം ബാധിച്ചിട്ട് അത് രോഗം മാറുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിനാണ് എന്ത് പറയുക, അഹബ്ബ അൽ ബഈറു എന്ന് പറയുക. എന്ന് പറഞ്ഞാല് സുഖത്തിലും ദുഃഖത്തിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കൂടെ നിലനിൽക്കുന്നതിനാണ് അഹബ്ബ എന്ന് പറയുക. അതായത് സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സുഖം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കുക, അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക, അതിന് ഹുബ്ബ് എന്ന് അറബി ഭാഷയിൽ പറയില്ല. അപ്പൊ അഹബ്ബ എന്ന് പറഞ്ഞാല് സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചു നിൽക്കുന്നതിനാണ് എന്ത് പറയാ, അഹബ്ബ എന്ന് പറയുക. അതിൽ നിന്നാണ് ഹബീബ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. ഹബീബ് എന്നുള്ള പദം രണ്ട് രൂപത്തിൽ, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തിയെന്നും ഇഷ്ടപ്പെടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലും ഈ പദം, അതായത് ഹബീബ് എന്ന് പറയുന്നത് മുഹിബിനും മെഹബൂബിനും പ്രയോഗിക്കും. അതും ഈ ഒരു പദത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ ബഹുവചനമാണ് എന്ത്, അഹിബ്ബ എന്ന് പറയുന്നത്. അപ്പൊ അഹിബ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തക്കാർ എന്ന് പടച്ചവന്റെ അടുത്തേക്ക് ചേർത്ത് പറയുന്ന സമയത്ത് അഹിബ്ബ, അവന്റെ അഥവാ പടച്ചവന്റെ സ്വന്തക്കാരുമാണ് ഞങ്ങൾ. ഇതാണ് യഥാർത്ഥത്തില് ഇവരുടെ അവകാശവാദം. എന്ന് പറഞ്ഞാല് ഞങ്ങള് സ്വന്തം പടച്ചവന്റെ സ്വന്തം ആളുകളാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും പടച്ചവൻ ചോദിക്കില്ല, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പടച്ചവൻ എല്ലാ സഹായവും ചെയ്തു തന്നിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇവരുടെ കാഴ്ചപ്പാട്. അറബി ഭാഷയിൽ സുഹൃത്തുക്കളെ കുറിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരുപാട് പദങ്ങളുണ്ട്. അതിലൊന്നാണ് ഹബീബ്. ഇപ്പൊ ഹബീബ് എന്നുള്ളതിന്റെ അസ്ല് ഈ പറഞ്ഞതുപോലെ ഒട്ടകത്തിന് രോഗം ബാധിച്ച് അതൊന്നെങ്കിൽ മാറുന്നത് വരെ അതല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഒരിടത്ത് തന്നെ നിൽക്കുന്നതാണ്. ഫലം യബ്രഹ് മക്കാനഹു അത്ത യബ്രഅ ഔ യമൂത്ത എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ആളാണ് എന്ത്, ഹബീബ് എന്ന് പറയുന്നത്. സ്വദീഖ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പദം എന്നുള്ളത്. സ്വദീഖ് എന്ന് പറയുന്നത് ഏത് നിർണായകമായ ആവശ്യങ്ങൾക്ക് സഹായത്തിന് കൂടെ ഉണ്ടാകുന്ന ആള് എന്ന് മാത്രമല്ല, തെറ്റ് കാണുമ്പോഴൊക്കെയും അസ്സിദുഖു ഫിൽ മവദ്ദത്തി വൻ നസീഹത്തി എന്നാണ്. എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ കാര്യത്തില് എന്താണ്, സത്യസന്ധത പുലർത്തുന്ന ആള്. അതോടൊപ്പം തന്നെ ഗുണകാംക്ഷയുടെ കാര്യത്തിലും എന്താണ്, നമുക്ക് ചിലപ്പോൾ ചില ആളുകളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും, പക്ഷെ ആ ആള് തെറ്റ് ചെയ്താല് നമുക്ക് തുറന്നു പറയാൻ എന്തുണ്ടാവില്ല,
ധൈര്യം ഉണ്ടാവില്ല. ഭയങ്കര ബന്ധമൊക്കെ ആയിരിക്കും, പക്ഷെ തെറ്റ് കണ്ടാല് തിരുത്താന് എന്തുണ്ടാവില്ല, ആ ആളെന്തല്ല, സ്വദീഖല്ല. അപ്പൊ ഈ സ്വദീഖ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വദീഖ്. വിശുദ്ധ ഖുർആനില് 2 തവണയാണ് സ്വദീഖ് എന്നുള്ള പദം പ്രയോഗിച്ചത്. ഒന്നാമത്തേത് ബന്ധുക്കൾ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്ഥാനമാണ്. അതായത് സൂറത്തു നൂറില് നിങ്ങൾക്ക് ആരുടെ എല്ലാം തന്നെ അൻ തഅ്കുലു, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ കൂട്ടത്തില് അൻ തഅ്കുലു മിൻ ബുയൂത്തിക്കും ഔ ബുയൂത്തി ആബായിക്കും ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും എന്നൊക്കെ പറഞ്ഞ ശേഷം നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ ഉമ്മമാരുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ ഉപ്പമാരുടെ വീടുകളിൽ നിന്നൊക്കെ പറഞ്ഞ ശേഷം അവസാനം ഔ സ്വദീഖിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് അത്രക്ക് ബന്ധുക്കളെ സ്ഥാനമാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്, സ്വദീഖിന്റെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പരലോകത്തെ കുറിച്ച് പറയുന്ന, ഖിയാമത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നരകത്തെ കുറിച്ച് പറയുന്ന ഫമാ ലനാ മിൻ ഷാഫിഈൻ വലാ സ്വദീഖിൻ ഹമീം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് ശുപാർശകരായി ആരുമില്ല, വലാ സ്വദീഖിൻ ഹമീം, ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ സഹായിക്കുന്ന കൂട്ടുകാരും ഇല്ല. അപ്പൊ ഇതാണ് സ്വദീഖ് എന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആന് മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാല് ഗുണകാംക്ഷയില്, അതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ഖലീല് എന്നുള്ളതാണ്. ഖലീല് എന്ന് പറഞ്ഞാല് അൽ ഹുബ്ബുല്ലദീ ലൈസ ഫീഹി ഖലലുൻ, ഖലലില്ലാത്ത ഹുബിനാണ്. എന്ന് പറഞ്ഞാല് ആളുകളായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കും, പക്ഷെ ചില പോറലുകളൊക്കെ ആ ബന്ധത്തിനുണ്ടാവും. ഒരു പോറലുമില്ലാത്ത ഊഷ്മള ബന്ധത്തിനാണ് എന്ത് പറയുക, ഖലീല് എന്ന് പറയുക. കൂട്ടുകാരനാണ് ഖലീല് എന്ന് യഥാർത്ഥത്തിൽ പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബൂബക്കർ ഖലീല. ഞാന് ആരെയെങ്കിലും ഖലീലായി സ്വീകരിക്കുമെങ്കിൽ ആരെ സ്വീകരിക്കുമായിരുന്നു, അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനില് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ സൂറത്തുൽ ഫുർഖാനിൽ യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളെ ഞാൻ ഖലീലായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ. ഖുർആനില് 4 തവണയാണ് ഖലീൽ എന്നുള്ള പദം അല്ലെങ്കിൽ അതിന്റെ ബഹുവചനൊക്കെ ചേർത്തിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പദം ഖരീന് എന്നുള്ള പദമാണ്. സ്വദീഖ്, ഹബീബ്, ഖലീല്, ഖരീന്. ഖരീന് എന്ന് പറഞ്ഞാൽ ഖറന ഷൈഅ ബിശ്ശൈഇ എന്ന് പറഞ്ഞാല് ശരിക്ക് ശബ്ദഹു, കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണൊക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ എന്താക്കുകയാണ്, കമ്മിറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണത് എന്നെ നിങ്ങൾ അനുസരിക്കാൻ നിർബന്ധിതനാവുക. ആ രൂപത്തില് ഉള്ള ഒരു ബന്ധത്തിനാണ് എന്ത് പറയാ, ഖരീന് എന്നുള്ളത്. അതുകൊണ്ട് മിക്കവാറും ഖുർആൻ അത് നെഗറ്റീവ്, ഒമൻ യകുനി ശൈത്വാനു ലഹു ഖരീനൻ ഫസാഅ ഖരീന എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചത്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്, ഖാല ഖരീനുഹു എന്നൊക്കെ ഖുർആൻ ഇങ്ങനെ ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. വഖയ്യൽനാ ലഹു ഖുറനാ. അപ്പോ പിശാചുക്കളിലേക്ക് ചേർത്താണ് ഏറ്റവും കൂടുതൽ ഇത് പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ബന്ധിയായി അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടിൽ ജീവിക്കുന്ന ആള് എന്താണ്, ശരിക്ക് ആ ബന്ധം എന്നുള്ളത് ബന്ധനമാണ്. അപ്പൊ ബന്ധനമാകുന്നതിന്റെ അടുത്താണ് വിശുദ്ധ ഖുർആൻ എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്, ഖരീന് എന്നുള്ള കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങള് കൂട്ടുകാരെ കുറിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിക്കാൻ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹബീബ് എന്ന് പറയുന്നത്. ഹബീബിന്റെ ബഹുവചനമാണ് അഹിബ എന്ന് പറയുന്നത്. പടച്ചവന്റെ സ്വന്തക്കാരൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവരുടെ ജൂതക്രൈസ്തവരുടെ അവകാശവാദമായിരുന്നു എന്ത്, വഖാലത്തിൽ യഹൂദു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. അപ്പൊ അത് ശരിക്കും ജൂതന്മാര് ഷഅബുല്ലാഹിൽ മുഖ്താർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അള്ളാഹു തെരഞ്ഞെടുത്ത ജനതയാണ് ഞങ്ങൾ. ഇപ്പോഴും അവരുടെ ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒരു മൂല കാരണം എന്നുള്ളത് എന്താണ്, അവരുടെ ആ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് അവർക്ക് ഏത് നാട്ടിലും കയറി ഇറങ്ങാം. കാരണം എന്താണ്, ദുന്യാവ് മൊത്തം പടച്ചവൻ ആർക്ക് കൊടുത്തതാണ്, ഈ പറഞ്ഞ ഇസ്രയേലിയർക്ക് കൊടുത്തിട്ടുള്ളതാണ്. എല്ലായിടത്തും അവരുടെ അവകാശമാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളവരെ എവിടേക്കുമാണെങ്കിൽ അവർക്ക് എന്താക്കാം, നാട് കടത്താം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കാഴ്ചപ്പാടാണ് ഇത്. അതായത് വഖാലത്തുൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഹു. അപ്പൊ ഇവിടെ 2 വാദങ്ങളുണ്ട്. ഒന്ന് അബ്നാ, 2 അഹിബ്ബാ.
അത് രണ്ടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മമായിട്ട് മറുപടി പറയുകയാണ്. ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും. പ്രവാചകരെ, ഇത് പ്രവാചക കാലത്ത് ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അവരുടെ നയം അത് തന്നെയാണ്. അപ്പൊ പ്രവാചകനോട് തിരിച്ചു ചോദിക്കാൻ ആവശ്യപ്പെടുക. ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും. ഇതിനൊക്കെ ഒരുപാട് പശ്ചാത്തലങ്ങളൊക്കെ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒരു ജൂത സമൂഹത്തിന് മുമ്പിൽ ഇത് വിശദീകരിച്ചു കൊടുത്തു, ദീന് വിശദീകരിച്ചു കൊടുത്തു, എല്ലാം വിശദീകരിച്ചു കൊടുത്ത് ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ പടച്ചവന്റെ അടുത്ത് നിന്ന് ഇന്ന ശിക്ഷയൊക്കെ ഉണ്ടാവും പറഞ്ഞപ്പോ യാ മുഹമ്മദ്, അല്ല മുഹമ്മദ്, താങ്കൾ എന്തിനാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത്? ലഹന അബ്നാഉല്ല വഹിബ, അല്ലാഹ് ഞങ്ങളൊന്നും ചെയ്യില്ല, കാരണം ഞങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ അവര് ഉന്നയിച്ചിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഒന്നാമത്തേന് ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും. എങ്കിൽ പിന്നെ സാധാരണ ഈ ഫാഇന് ഫാഉൽ ഇഫ്സാ ലിൽ ഇഫ്സാഹ് എന്നാണ് പറയാ. അൽ ഫാഉ ലിൽ ഇഫ്സാഹു ലി അൽ ഇഫ്സാഹ് എന്ന് പറഞ്ഞാല് എങ്കിൽ പിന്നെ എന്ന് നമ്മൾ ചോദിക്കൂലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിനാണ് ഈ ഫാ സാധാരണ പ്രയോഗിക്കാറുള്ളത്. ഫലിമ യുഅദ്ദിബുകും, അവൻ എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്? അതായത് ഇത് അബിനായി എന്നുള്ളതിന്റെ മറുപടിയാണ് ഇത്. അബിനാ ആണെങ്കിൽ നമ്മളുടെ മക്കള് ഒരിക്കലും കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുന്നത് കാണാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കൂല. നമ്മളെ മക്കളാരെങ്കിലും നമ്മൾ പോയിട്ട് എന്താണ് തീയിലിടുവോ? ഇല്ല, ചെയ്യൂല. അപ്പൊ അള്ളാഹ് പിന്നെ എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്? സ്വന്തം മക്കളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നിങ്ങളെ ശിക്ഷിക്കുക? അപ്പൊ അദബ എന്നുള്ളതാണ് പദം. അദബ എന്നുള്ള പദം അൽ അദബു മിനൽ മായി മിനത് ത്വആമി വശറാബ് എന്ന് പറയും. അൽ അദബു മിനത് ത്വആമി വശറാബ്, അതായത് പാനീയങ്ങളില്, ഭക്ഷണങ്ങളില് അദബ് എന്ന് പറയുന്നത് വളരെ നന്നായി കഴിക്കുവാൻ കഴിയുന്നതിനാണ് പറയുക, എളുപ്പത്തിൽ കഴിക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആന് എന്താണ് ഈ കടലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ എന്താണ് വെള്ളത്തെ കുറിച്ച് മാഉൻ അദബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഹാദാ അദബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല എന്താണ് മധുരം ഉള്ള അല്ലെങ്കിൽ എന്താണ് നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ ഭക്ഷണത്തിനാണ് യഥാർത്ഥത്തിൽ അദബ് എന്ന് പറയുക. അദബർ റജുലു വൽ ഹിമാറു എന്ന് പറഞ്ഞാല് ലം യഅകുലി ത്വആമ വശറാബ എന്ന് പറഞ്ഞാല് ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ഒരു മനുഷ്യന് എന്താണ് കഷ്ടപ്പെടുന്നതിനാണ് അദബ എന്ന് പറയുക. അപ്പോ കുല്ലു മൻ മനഅക മിൻ ഷൈഇൻ അഅദബക എന്നാണ്. നിങ്ങളെ ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾ തടഞ്ഞാൽ അയാൾ നിങ്ങളെ ശിക്ഷിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാല് ഈ അദാബിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞ പീഡനമാണ്. ഇപ്പൊ ജയിലിലൊക്കെ മനുഷ്യന് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതും ഒന്നും കൊടുക്കണില്ല, ഒരു ആസ്വാദനവും കൊടുക്കാതെ ആവശ്യമുള്ളതും കൊടുക്കാതെ എല്ലാം തടഞ്ഞു വെക്കുന്നതിനാണ് എന്ന് പറയുക അദബ എന്ന് പറയുക. അപ്പൊ രണ്ട് രൂപത്തിലുള്ള ശിക്ഷ വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് അദാബാണ്, രണ്ട് ഇഖാബാണ്. ഒന്ന് അദാബാണ്, രണ്ടാമത്തെ എന്താണ് അദാബ്, രണ്ട് ഇഖാബ്. ഈ അദാബ് ഇഖാബും തമ്മിലുള്ള വ്യത്യാസം, ഇഖാബ് കുറ്റത്തിന്റെ ഫലമായി മാത്രം സംഭവിക്കുന്നതാണ്. ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എന്തുണ്ടാവില്ല? ഇഖാബ് ഉണ്ടാവില്ല. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അറിയുക അള്ളാഹു ശദീദുൽ ഇഖാബാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? അല്ലെങ്കിൽ തെറ്റ് ചെയ്താലാണ് എന്തുണ്ടാവുക? ഇഖാബ്. അഖബ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഖബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടമ്പാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ശേഷം വരുന്നതാണ്, പിന്നിൽ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. അപ്പോ തെറ്റിന്റെ തുടർച്ചയായി അതിന്റെ ഫലമായി സംഭവിക്കുന്നതാണ് എന്ത്? ഇഖാബ്. എന്നാൽ അദാബ് എന്ന് പറയുന്നത് എന്താണ്? ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന പീഡനമാണ്. ആ പീഡനം ഒരാൾ ചെയ്ത തെറ്റിന്റെ ഫലമായി അള്ളാഹു നൽകുന്ന ശിക്ഷയാവുമ്പോ അത് അദാബാണ്, അതല്ലെങ്കിലും അദാബാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫറോവ ആ ജനതയെ പീഡിപ്പിച്ചു. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്. ആ ജനത തെറ്റ് ചെയ്തിട്ടല്ലോ, പക്ഷെ അദ്ദേഹം ഈ പറയുന്ന ഫറോവ അവരെ പീഡിപ്പിച്ചു.
അപ്പൊ ശാരീരികവും മാനസികവുമായി ഒരു വ്യക്തിക്ക് ഏൽക്കുന്ന പീഡനത്തിനാണ് എന്ത് പറയാ, അസാബ് എന്ന് പറയാ. അത് തെറ്റിന്റെ ഫലമായും ലഭിക്കും, തെറ്റ് ചെയ്യാതെയും അത് സംഭവിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ രണ്ടർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കളവ് പറഞ്ഞതിന്റെ അല്ലെങ്കിൽ കളവ് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ രണ്ടർത്ഥത്തിലും അത് പ്രയോഗിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും, ബിദുനൂബിക്കും. ദൻബ് ദനബല്ല, ദനബ് അതിന്റെ ബഹുവചന അദ്നാബ്. ദനബ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? വാലാണ്, ടെയിൽ എന്നുള്ള അർത്ഥത്തില്. ഈ മൃഗങ്ങളുടെ ഒക്കെ വാലിനാണ് എന്ത് പറയാ, ദനബ് എന്ന് പറയുക. ദൻബ് എന്ന് പറഞ്ഞാൽ അൽ അഖ്ദു ബി ദനബി ഷൈഅൻ, വാല് പിടിക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാല് ഏറ്റവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പിന്നിലുള്ളത് അവശേഷിക്കുന്നത് പിടിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മുന്നിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം തെറ്റ് ചെയ്യുന്നതിനെ കുറിക്കുന്ന സാധനമാണ് എന്ത്? അൽ അഖ്ദു ബി ദനബി ഷൈഇ ഹുവ ദംബ്. ദൻബ് അതിന്റെ ബഹുവചനം എന്താണ്? ദുനൂബാണ്. ദനബ് എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? അദ്നാബാണ്. ദനബ് എന്നുള്ളത് അദ്നാബ്. അപ്പോ ഈ രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതേസമയം അത് തമ്മിൽ കണക്ഷനും ഉണ്ട്. അപ്പൊ ഇതാണ് ബിദുനൂബിക്കും. ഖുൽ ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും. നിങ്ങളുടെ ഇത് ചോദിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ജൂത ക്രൈസ്തവരൊക്കെയും വിശ്വസിക്കുന്നത് അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കും, അതുപോലെ മനുഷ്യർ നല്ലത് ചെയ്താൽ അവർക്ക് പ്രതിഫലം നൽകും. ജൂതന്മാർ തന്നെ പറഞ്ഞിരുന്നത് നരകത്ത് പോവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം നരകത്ത് പോവുള്ളൂ. എല്ലാം തമസ്സനാറ് ഇല്ല അയ്യാമൻ മഅദൂദ എന്നായി പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാല് അപ്പോഴും എന്താണ്, ശിക്ഷയുണ്ട് എന്ന് അവര് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവർ അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ അവർക്ക് ആ ശിക്ഷ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അവർക്ക് രണ്ടില് ഒരു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ശിക്ഷയുണ്ട് എന്ന് അംഗീകരിക്കണം. അപ്പൊ ശിക്ഷയുണ്ട് എന്ന് അംഗീകരിച്ചാല് അള്ളാഹുവിന്റെ മക്കളല്ലാണ്ടായി തീരും. ശിക്ഷ ഇല്ല എന്ന് അംഗീകരിക്കണമെങ്കിൽ, വാദിക്കണമെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെയും അവര് തിരുത്തിയെത്തണം. അത് രണ്ടിനും പറ്റാത്ത രൂപത്തിലാണ് അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത്. ഖുൽ ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും. അപ്പൊ ദംബ്, ദുനൂബ്, കുറ്റങ്ങളെ കുറിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഇസ്മ, സയ്യിഅത്ത്, ദംബ് എന്ന കയ്യിൽപ്പെട്ടതാണ്. ഇസ്മ നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്മ അസിമത്തിൻ നാഖത്തു എന്ന് പറഞ്ഞാൽ ഇതാ അബ്തഅത്, മനുഷ്യനെ പിന്നിലാക്കുന്ന കർമ്മമാണ് തിന്മ എന്നുള്ള ഫോക്കസ് ആണ് എന്ത്? ഇസ്മ എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തുകൊണ്ട് ഒരാൾക്ക് മുന്നേറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇസ്മ എന്നുള്ള പദത്തിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നൽകുന്ന ബോധം ഇത് നമ്മളെ പരാജയപ്പെടുത്തി കളയും, ഇസ്മ നമ്മളെ പരാജയപ്പെടുത്തി കളയും എന്നുള്ളതാണ്. എന്നാൽ ദംബ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന സാധനം മോശപ്പെട്ട കർമ്മമാണ് എന്ന് കുറിക്കാനാണ് ദനബിൽ നിന്നുള്ള ദംബ് എന്നുള്ള പദം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ സയ്യിഅത്ത് എന്ന് പറയുന്നത് എന്താണ്? സാഅ യസൂഉ എന്നുള്ള, മനുഷ്യന് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷെ മനുഷ്യന് അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ? മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന കർമ്മങ്ങളാണ് എന്ത്? സയ്യിഅത്ത്. അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും. അപ്പൊ ഒന്നാമത്തെ അവരുടെ വാദത്തിന് വളരെ കൃത്യമായിട്ട് ഖുർആൻ മറുപടി കൊടുത്ത് എന്ത്? നിങ്ങൾ ഒരിക്കലും എന്തല്ല, അള്ളാഹുവിന്റെ മക്കളല്ല. അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ ഒരിക്കലും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നുള്ളത്. ഇനി അതിന് രണ്ടാമത്തെ മറുപടിയാണ് അഹിബ്ബാഉ എന്നുള്ളതിനുള്ള മറുപടിയാണ് എന്ത്? അടുത്തത് എന്ത്? ബൽ അൻതും ബശറുൻ മിമ്മൻ ഖലഖ്. ബൽ അൻതും. ഈ ബല്ല് എന്ന് പറയുന്ന സാധനം സാധാരണ പ്രയോഗിക്കാറുള്ളത് ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം പറഞ്ഞതിന്റെ അൽ ഇൽറാബ് അൽ ഇബ്ത്വാലി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാല് ആദ്യം പറഞ്ഞതിനെ ബാത്തിലാക്കുന്ന കർമ്മമാണ് എന്ന് വർത്തമാനമാണ്. ഉദാഹരണമായിട്ട് എന്താണ്? ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ബൽ ഹുവ, അത് ഷർറല്ല, നേരെ മറിച്ച് ഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്ക്
ഖൈറാണ്, ഗുണമാണ്. അപ്പൊ അങ്ങനെ ആദ്യം പറഞ്ഞതല്ല എന്ന് പറഞ്ഞതിനാണ്. അപ്പോ ഈ പറഞ്ഞ നേരത്തെ ബൽ നിങ്ങൾ അള്ളാന്റെ മക്കളും അല്ല, അള്ളാന്റെ സ്വന്തക്കാരും അല്ല, പിന്നെന്താണ്? ബൽ അൻതും, മറിച്ച് നിങ്ങൾ ബശറുൻ മിമ്മൻ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച സാധാ മനുഷ്യര് മാത്രമാണ്. ഇത് ശരിക്കും ജൂത ക്രൈസ്തവർക്കുള്ള ഒരു വലിയ അടിയാണ്. എന്ന് പറഞ്ഞാല് അവരുടെ ഈ പറയുന്ന എല്ലാ കാഴ്ചപ്പാടുകളും കെട്ടിപ്പണിതിട്ടുള്ളത് അവര് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അഹ്ലുൽ കിതാബ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. വഖാലൂ ലൻ യദ്ഖുലൽ ജന്ന, അവര് പറഞ്ഞു സ്വർഗത്തില് ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ഒന്നുകിൽ ജൂതനാവണം അല്ലെങ്കിൽ നസാറാക്ക. സ്വർഗമൊക്കെ ഓൽക്ക് എന്താണ്? റിസർവ്ഡ് ആണ്. അപ്പോ ഖുർആൻ അതിന് മറുപടി ഖുൽ തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആന് അവര് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സാധനത്തിനുള്ള മറ്റൊരു മറുപടിയാണ് എന്ത്? ബൽ അൻതും ബശറുൻ മിമ്മൻ ഖലഖ്, അള്ളാഹ് സൃഷ്ടിച്ച. മിമ്മൻ ഖലഖ് പറഞ്ഞാല് അള്ളാന്റെ സാധാ സൃഷ്ടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യര് മാത്രമാണ് അവര്. ഒരു വിലയും കൂടുതലായിട്ട് ആർക്കും ഇല്ല. അപ്പൊ ബശർ എന്നുള്ളതാണ് പദം. മനുഷ്യനെ കുറിക്കാൻ 2 പദങ്ങൾ സാധാരണ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കലുണ്ട്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ബശർ, പിന്നെ വരട്ടെ, ഇൻസാൻ. ബശർ, ഇൻസാൻ. അപ്പൊ ഈ ബശറും ഇൻസാനും തമ്മിലുള്ള ബശർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ അബ്ശറത്തിൽ അർളു, അബ്ശറത്തിൽ അർളു ഇദാ അഖ്റജത് നബാതഹ. ഭൂമി അബ്ശറത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ പുറത്തു നിന്ന് പുറത്തേക്ക് ചെടികളെ മുളപ്പിച്ചാലാണ് എന്ത് പറയുക? അബ്ശറത്ത് എന്ന് പറയുക. അപ്പൊ ഈ ഉപരിതലത്തെ കുറിക്കുന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ബശറത്ത്. നമ്മളെ തൊലിക്കാണ് എന്ത് പറയുക? ബശറത്ത് എന്ന് പറയുക. അതിൽ നിന്നാണ് എന്ത് ബശർ എന്നുള്ള ഈ ഒരു പ്രയോഗം, മനുഷ്യൻ എന്നുള്ള ഒരു പച്ച മനുഷ്യൻ എന്ന് പറയുന്നതിനുള്ള പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ടാണ് തൊലിയെ കുറിക്കുന്ന ഈ ഒരു പദം. പക്ഷെ ഇത് പല രൂപത്തിലും ഫബശ്ശിറുഹും ബി അദാബിൻ അലീം, അല്ലെങ്കിൽ ഫസ്തബ്ശിറു എന്നൊക്കെ പറയുന്ന കുറെ പ്രയോഗങ്ങൾ, സന്തോഷ വാർത്ത അറിയിക്കുക, അങ്ങനെയൊക്കെ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സന്തോഷിക്കുന്ന സമയത്ത് അവന്റെ എന്താണ് രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, അവരുടെ എന്താണ് പറയാ തൊലിയൊക്കെയും പുളകം കൊള്ളും എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഒരു രീതി. ആ രീതിയിൽ നിന്നുകൊണ്ടാണ് ആ പദം കടന്നു വന്നിട്ടുള്ളത്. ബശറത്ത് എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പോ ഇന്നി ഖാലിഖുൻ ബശറൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അതായത് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നിടത്ത്. അപ്പോ ഈ ബശറും ഇൻസാനും വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തതിലൊരു വ്യത്യാസം, ഇൻസാന് മിക്കവാറും മനുഷ്യന്റെ നാച്ചറിനെ കുറിക്കാനാണ്, സ്വഭാവത്തെ കുറിക്കാനാണ് ഇൻസാന് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യന് എന്താണ് ധൃതി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പരിഭ്രാന്തനായി ഒക്കെ മാറുന്നതാണ് അവന്റെ സ്വഭാവം. അതല്ലെങ്കിൽ എന്താണ് ഖുലിഖൽ ഇൻസാനു ളഈഫ, ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ എന്താണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ ഇങ്ങനെ വക്കാനൽ ഇൻസാനു അക്ഷര ഷൈഇൻ ജദല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നാച്ചർ, അവരുടെ സ്വഭാവം, അവന്റെ പ്രകൃതം, അത്തരം സംഗതികളൊക്കെ കുറിക്കാനാണ് സാധാരണ ഇൻസാന് എന്നുള്ള പദം പ്രയോഗിക്കാറുള്ളത്. അതേസമയം മനുഷ്യന്റെ എന്താ പറയാ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അവന്റെ ഘടന, അവന്റെ രൂപം, അത്തരം സംഗതികളുടെ ഫോക്കസ് വരുന്ന സമയത്താണ് എന്ത് പറയുക? ബശർ എന്ന് പറയാം. അപ്പോ ഇവിടെ പറയേണ്ടത് എന്താണ്? നിങ്ങൾ പോലും തമ്മിലൊരു വ്യത്യാസമില്ല, എല്ലാ രൂപവും കോലൊക്കെ പച്ച മനുഷ്യരാണ് നിങ്ങളും പോലും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബൽ അൻതും ബശറുൻ മിമ്മൻ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച ആ സൃഷ്ടിച്ചവയിൽ ഉള്ള സാധാ മനുഷ്യർ തന്നെയാണ് നിങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞ 2 വാദങ്ങൾക്കും മറുപടിയായി. കാരണം അള്ളാഹുവിന്റെ മക്കളാവണമെങ്കിൽ എന്തുണ്ടാവണം? ദിവ്യത്വം ഉണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെതുപോലുള്ള മഹത്വം ഉണ്ടായിരിക്കണം. അതാണ് മനുഷ്യൻ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുന്നത്. അതുപോലുള്ള ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ പച്ച മനുഷ്യര് മാത്രമാണ് എന്നുള്ളതാണ് ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. എന്നിട്ടോ
അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരേ നിലപാടാണ് അള്ളാഹു സ്വീകരിക്കുക. യഗ്ഫിറു ലിമൻ യശാഉ യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. നമ്മൾ സാധാരണ ഗഫറ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സാധാരണ അറബികള് പറയും ഇസ്ബഗ് സൗബക ബിസ്സവാദി ഫഇന്നഹു അഗ്ഫറു ലിൽ വസഖ്. നിങ്ങളുടെ വസ്ത്രത്തിന് ഇരുണ്ട കളർ കൊടുക്കുക, ഇരുണ്ട കളർ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ചളി ആയാലും അറിയില്ല. നമ്മൾ സാധാരണ ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ്. നല്ല വെളുത്ത ഡ്രസ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ മാക്സിന്റെ കളറൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവര് ലൈറ്റ് വേണ്ടെന്ന് പറയും. കാരണം എന്താണ്? ചളിയായാലും പെട്ടെന്ന് അറിയുമെന്നുള്ളത്. അപ്പോ അഗ്ഫറ ലി അൽ വസഖ് എന്ന് പറഞ്ഞാൽ അഴുക്കിനെ മറയിടുന്നതാണ്. അപ്പൊ ശരിക്കും ഗഫറ എന്ന് പറഞ്ഞാല് സത്തറ, മറച്ചു എന്നാണ്. അപ്പൊ തിന്മകളെ മറച്ചു വെക്കുക അല്ലെങ്കിൽ മൂടി വെക്കുക എന്നുള്ളതാണ് ഗഫൂർ എന്നുള്ള പദത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതാണ് ഇവിടെ യഗ്ഫിറു ലിമൻ യശാ. അപ്പോ ചില ആളുകളുടെ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ അവൻ മറച്ചു വെക്കും. വയുഅദ്ദിബു മൻ യശാ, അവൻ ഉച്ചരിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോ നിങ്ങളായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പുറത്തു തരിക, മറ്റുള്ളവരെ ശിക്ഷിക്കുക എന്നുള്ളത് ആരുടെ നയമല്ല? അള്ളാഹുവിന്റെ നയമല്ല. ഇവരുടെ ആകെയുള്ളത് അതാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരും. അപ്പൊ അതല്ല അള്ളാഹുവിന്റെ നയം. അള്ളാഹുവിന്റെ നയം എന്താണ്? യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. അള്ളാഹു അവനിച്ഛിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവനിച്ഛിക്കുന്നവർക്ക് അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ എന്താണ് മൻ യശാ എന്നുള്ള പ്രയോഗം, ഇത് നമ്മൾ ഖുർആനില് ധാരാളമായിട്ട് കാണുന്ന ഇതൊരു വലിയ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട, നമ്മുടെ അഖീദാപരമായിട്ട് ഒരു വലിയ സംഭവമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്, ഭാഷാപരമായിട്ടല്ല. എന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് യഹ്ദി മൻ യശാ, യുളില്ലു മൻ യശാ, ഇങ്ങനെ കുറെ സാധനം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, ഇച്ഛിക്കുന്നവർക്ക് അവന് ശിക്ഷിക്കും, അതല്ലെങ്കിൽ ഇച്ഛിക്കുന്നവരെ സ്വർഗത്തിലാക്കും, അല്ലെങ്കിൽ ഇച്ഛിക്കുന്നവരെ വഴികേടിലാക്കും. അപ്പോ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് തോന്നുന്നത് പോലെ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ നമുക്ക് ഇവിടെ റോള്? അവന് തോന്നുന്നവർക്ക് എന്താണ് പുറത്തു കൊടുക്കും, അവന് തോന്നുന്നവരെ എന്താണ് വഴികേടിലാക്കും, അവന് തോന്നുന്നവരെ സന്മാർഗത്തിലാക്കും. അപ്പൊ മനുഷ്യന്മാർക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് ചോദ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് അഖീദയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രയോഗമാണ് മൻ യശാ. അപ്പോ അള്ളാഹു ഇവിടെ ഈ മൻ യശാ എന്ന് പ്രയോഗിക്കുന്നതൊക്കെയും അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, പവർ, അൾട്ടിമേറ്റ് പവർ ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ പവറിൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും എന്തില്ല, ഒരു പങ്കുമില്ല. ഇത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? ഇത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ആ ഞാനാണ് എന്നുള്ളതിന്റെ ഫോക്കസാണ്. അതല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇച്ഛിച്ചതുപോലെ ചെയ്യും എന്നല്ല. ഫോക്കസ് മനസ്സിലായില്ലേ? അതായത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഞാനാണ്. എന്റെ തീരുമാനത്തില് എനിക്ക് മക്കളോ അതല്ലെങ്കിൽ എനിക്ക് ബന്ധുക്കളോ എനിക്ക് സ്വന്തക്കാരോ ആരുമില്ല തീരുമാനത്തില് സ്വാധീനം ചെലുത്താൻ എന്നുള്ളതാണ് അതിലെ ഫോക്കസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അള്ളാഹു ആർക്കാണ് സ്വർഗം ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ആർക്കാണ് ഹിദായത്ത് ഉദ്ദേശിക്കുക, അള്ളാഹു ആർക്കാണ് പുറത്തു കൊടുക്കുക എന്നുള്ളത് ഖുർആനിൽ വേറെ ആയത്തുകളിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സന്മാർഗം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താക്കും? സന്മാർഗം കാണിച്ചു കൊടുക്കും. വഴികേടില് ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ആളുകൾക്ക് വഴികേട് യമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. അതുപോലെ തന്നെ വസനി യസ്സിറുഹു ലിൽ യുസ്റ. അപ്പൊ ഇങ്ങനെ സന്മാർഗം അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് എനിക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്താക്കൂല? വഴികേടിലേക്ക് ആക്കുകയില്ല. അല്ലെങ്കിൽ വഴികേടിൽ നടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഇനി ഓൻ കിടച്ചാൽ എന്താക്കട്ടെ, സന്മാർഗത്ത് കിടക്കട്ടെ എന്ന് പിടിച്ചിട്ട് അള്ളാഹു ആക്കൂല. അപ്പോ ഇവിടെ രണ്ട് പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മൻ യശാ എന്നുള്ളത് ഇവിടെ കാര്യങ്ങളൊക്കെയും തീരുമാനിക്കാനുള്ള പവർ
എനിക്കാണ്, എനിക്ക് മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ ഫോക്കസ്. രണ്ടാമത്തേത് അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ കർമ്മവുമായിട്ട് എന്താണ്, കണക്റ്റഡാണ്. സന്മാർഗം തേടി വരുന്ന ആളുകൾക്ക് സന്മാർഗം ലഭിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. വഴികേട് മാത്രം ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകൾക്ക് വഴികേട് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അതല്ലാണ്ട് ഇത് എനിക്ക് റോളൊന്നുമില്ല, ഒക്കെ അള്ളയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയാനുള്ള വകുപ്പ് അതിൽ ഇല്ല. ക്ലിയർ അല്ലേ? അതാണ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്. ഇത് കഴിഞ്ഞ ആയത്തിൽ വന്ന അതേ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെയും കഴിഞ്ഞ ആയത്തിൽ ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ആയത്തിൽ കുഫ്രാണ് എന്ന് പറഞ്ഞാല് ഈസാ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഒക്കെ പടച്ചവന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അവർക്കൊന്നും ഇതിലെന്തില്ല, പ്രത്യേകിച്ച് പങ്കൊന്നില്ല. ഇത് ആരുടേത് മാത്രമാണ്, ഇത് എന്റേത് മാത്രമാണ്, ഈ ദുന്യാവ് മുഴുവൻ എന്ന് പറയുന്നതാണ് എന്ത്, അവിടെ വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമ എന്ന് പറഞ്ഞത്. ഇവിടെയും കുറച്ച് പാർട്ട്നേഴ്സിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അള്ളാന്റെ മക്കളാണ്, ഞങ്ങളൊക്കെ അള്ളാന്റെ സ്വന്തക്കാരാണ് എന്ന അവകാശവാദം അവർ ഉന്നയിച്ചപ്പോ ഇവിടെയും അത് ആവശ്യമാണ്, ഇത് പറയണം. അപ്പൊ അതുകൊണ്ടാണ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ മുൽക്കു സമാവാതി വൽ അർള് ലില്ല എന്ന് പറയുന്നതും ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം, ലില്ല ആദ്യം വന്നാല് ആദ്യം വരുന്നത് എന്താണോ അതിനാണ് പവർ കൂടുതൽ. അപ്പൊ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തുണ്ട്, അള്ളാഹുവിൻ്റെതാണ് എന്നല്ല, അള്ളാഹുവിൻ്റെത് മാത്രമാണ്. വലില്ലാഹി അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്ത്, മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ എല്ലാ അധികാരവും. മുൽക്ക് എന്നുള്ളതും നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഒരു സംഗതിയെ ഏത് രൂപത്തിലും കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, മുൽക്കാവുള്ളൂ. മലിക്ക്, രാജാവ് എന്ന് പറഞ്ഞാല് ആ രാജ്യത്ത് എന്ത് നടക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവൻ ഒരാൾക്കുണ്ടാകുമ്പോഴാണ് എന്താവുക, അയാള് അവിടുത്തെ മലിക്കാവുക. അപ്പൊ അതുപോലെ അള്ളാഹു മലിക്ക് എന്ന് പറയുമ്പോ, അള്ളാഹുവിൻ്റെതാണ് മുൽക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുള്ളത്. അവിടെ ഈ പറയുന്ന ആർക്കും ഒരു പാർട്ണർഷിപ്പും ഇല്ല. അപ്പൊ സമാവാത്ത് വൽ അർള് എന്നുള്ളത് ഖുർആന് ധാരാളമായി പ്രയോഗിച്ച ദുന്യാവ് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ് സമാവാത്ത് വൽ അർള് എന്നുള്ളത്. അർള് എന്നുള്ള പദത്തിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചിരുന്നു. സമ എന്നുള്ള പദത്തിന്റെ അർത്ഥവും ഞാൻ വിശദീകരിച്ചിരുന്നു. ഒമാ ബൈനഹുമ എന്ന് പറയുന്നത്, അപ്പൊ മനുഷ്യർക്ക് കാണുന്ന ആകാശഭൂമിയും ആകാശഭൂമികളും അതിന് ഇടയിലുള്ളതും, അതാണ് മനുഷ്യർ കാണുന്ന ലോകം എന്നുള്ളത്. അപ്പോ അത് എന്താണ്, ഗോചരമായ അല്ലെങ്കിൽ അവന്റെ പരിസരത്തെ മുൻനിർത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ ചന്ദ്രനും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഗോളങ്ങളിലേക്കൊക്കെ മനുഷ്യരെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ എന്ന് പറയുന്നത് എല്ലാ ഗോളങ്ങളും ഉൾക്കുന്ന ഈ ദുന്യാവ് മുഴുവൻ എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് സമാ എന്നുള്ളത് ഏകവചനം പറയാതെ ബഹുവചനം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന പ്രയോഗം, ഉയർന്നു നിൽക്കുന്ന എല്ലാം അല്ലെങ്കിൽ ചുറ്റുവട്ടമുള്ള എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് എന്ത്, സമാവാത്ത് എന്നുള്ളത്. ഒമാ ബൈനഹുമ, അവക്കിടയിലുള്ളത്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് അത്. എന്താണ്, എന്നിട്ട് വ ഇലൈഹിൽ മസീർ. അപ്പൊ അവിടെ അധികാരം പറഞ്ഞു, എന്നിട്ട് വ ഇലൈഹിൽ മസീർ. അപ്പൊ വ ഇലൈഹിൽ മസീർ എന്ന് പറയുന്നത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനമുണ്ട്. വലില്ലാഹി എന്ന് പറഞ്ഞതുപോലെയാണ് ഇലൈഹി. ഇപ്പൊ ദഹബ്തു ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് പോയി. ഇലൽ ബൈത്തി അദ്ഹബു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇലൽ ബൈത്തി ആദ്യം വന്നു. അപ്പൊ അതുപോലെ വ ഇലഹി, ഇത് എന്തിനാ ഇവിടെ പറയുന്നത്, അവനിലേക്കാണ്. മസീർ എന്ന് പറഞ്ഞാൽ എന്താണ്, മടക്കം, ഒന്നിന്റെ അവസാനം അല്ലെങ്കിൽ തിരിച്ചുപോക്ക്. മാ സോറ ഇലൈഹി ഹുവൽ മസീർ, എന്തിലേക്കാണോ തിരിച്ചുപോക്ക് അതിനാണ് മസീർ എന്ന് പറയുന്നത്. അപ്പോ അവനിലേക്കാണ് മടക്കം എന്നല്ല അർത്ഥം, അവനിലേക്ക് മാത്രമാണ് മടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോ ഈ അവകാശവാദങ്ങളൊക്കെ പറഞ്ഞിട്ട് എവിടെയും പോയി രക്ഷപ്പെടാൻ ആരും കരുതേണ്ടതില്ല.
ഇതിപ്പോ ഇതിന്റെ പേരിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ എവിടെയും പോയി രക്ഷപ്പെടൂല. ഇലൈഹിൽ മസീർ. ഇത് താക്കീദിന്റെ സ്വരാണ്. നമ്മളിപ്പോ കുട്ടികളൊക്കെ കച്ചറ കളിക്കുമ്പോ നമ്മളെ കുട്ടികളെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കച്ചറ കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെന്താ അവരോട് പറയാ, നിന്റെ അടുത്തേക്ക് വരും എന്ന് നമ്മള് സാധാരണ പറയുന്ന ഒരു വർത്താനം. ആ ഒരു വർത്താനാണ് ഇത് എന്ന് പറഞ്ഞാല് നമ്മൾ വേറെ എവിടേക്കും പോവില്ല. എല്ലാ ആളുകളുടെയും മടക്കം. അൽ മസീർ എന്ന് പറഞ്ഞാല് മൈരിഫയാണ് എന്ന് പറഞ്ഞാല് എല്ലാം മരിച്ചു പോകുന്നുണ്ടോ, നശിച്ചു പോകുന്നുണ്ടോ, എന്നാ പിന്നെ അതൊക്കെ എവിടേക്ക് എത്തുക? പഠിച്ചവന്റെ അടുത്തേക്ക് എത്തുള്ളൂ എന്ന് പറയുന്ന സാധനമാണ് ഇലൈഹി, അവനിലേക്ക് മാത്രമാണ് അൽ മസീർ. ഇതിനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇത് വാൽകഷ്ണം എന്നാണ് പറയാ, തദീൽ എന്നാണ് പറയാ. ഈ തദീൽ നേരത്തെ പറഞ്ഞ ഇതിനുള്ള മറുപടി കൂടിയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങള് എന്നെ കുറിച്ച് നിങ്ങള് എന്താണ് എന്റെ അടുത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങള് എന്റെ അടുത്തേക്ക് വരും, അതിന് ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോ ആ ശിക്ഷയെ കുറിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിത്. താക്കീതാണ്. താക്കീദിന്റെ സ്വരത്തിലാണ് പറയുന്നത് എന്ത്, നിങ്ങള് എന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നത്. ഇലൈഹി അൽ മസീർ, അവന്റെ അടുത്തേക്കാണ് മടക്കം. അപ്പൊ ഇത് ശരിക്ക് ഖുർആൻ സൂറത്തുൽ മാഇദയില് ജൂത ക്രൈസ്തവരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, മദീന കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ഈ പറയുന്ന സൂറത്ത് അവതരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടതിന് ശേഷം, ഒരു പരിപൂർണമായ രൂപത്തിൽ കടന്നു വന്നതിന് ശേഷം, അപ്പൊ അവിടെ പ്രവാചകനെ അംഗീകരിക്കാത്ത ജൂത ക്രൈസ്തവരായ ജനങ്ങൾ, ആ ജനങ്ങളെ മുൻനിർത്തിയിട്ട് അവരുടെ തെറ്റുകൾ വിശകലനം ചെയ്തിട്ട് അവരുടെ സമീപനങ്ങൾ എന്തായിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു അവർ പ്രവാചകനിലെ വിശ്വസിക്കാതിരുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു മഹത്വമില്ല. ഈ നമ്മള് സൂറത്ത് എന്താണ് സിൽസാൽ, അതില് ഫമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറയ്യറ വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറയ്യറ. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യല് സാധാരണ എന്താണ്, നമ്മൾ സാധാരണ ഫോക്കസ് ചെയ്യല് നമ്മൾ എന്ത് ചെയ്താലും, ഒരു അണുമണി തൂക്കം ചെയ്താലും എന്താവും, പഠിച്ചവനെ പിടിക്കും, അല്ലെങ്കിൽ അള്ളാഹ് കൊണ്ടുവരും എന്ന്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു ഫോക്കസ് ശരിക്കും അതല്ലല്ലോ ഫോക്കസ്. ഫമൻ യഅമൽ എന്നുള്ളതാണ് ഫോക്കസ്. ആര് ചെയ്താലും എന്നാണ്. അങ്ങനെ ഒരു ഫോക്കസ് കൂടി അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാല് അത് ജൂതനാണെങ്കിലും, അത് ക്രൈസ്തവനാണെങ്കിലും, അത് മുസ്ലിം ആണെങ്കിലും, ആര് ചെയ്താലും, എത്ര ചെറുത് ചെയ്താലും, ആ രണ്ട് ഫോക്കസ് കൂടി ഉണ്ട് അവിടെ. അപ്പൊ ആ ഒരു ഫോക്കസ് ആണ് ഇവിടെ പറയുന്നത്. എന്ത്, യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ എന്ന് പറയുന്നത്. ഇലൈഹി അൽ അവലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഇലൈഹി അൽ മസീർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നുമെല്ലാം നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.